പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം. പീരുമേട് കച്ചേരിക്കുന്ന് കുമാർ ഭവനിൽ കുമാറിൻ്റെ പുരയിടത്തിലെ കൃഷിദേണ്ടങ്ങൾ കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി തോട്ടാപ്പുര ഭാഗത്തു നിന്നുമെത്തിയ 3 കാട്ടാനകളാണ് വ്യാപക കൃഷിനാശം വരുത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പീരുമേട് ജനവാസ മേഖലയിൽ കാട്ടാനകളെത്തി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. പീരുമേട് കച്ചേരിക്കുന്ന് കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിലെത്തിയ 3 കാട്ടാനകൾ കപ്പ, വാഴ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങളും ഇവരുടെ വാട്ടർ ടാങ്കും നശിപ്പിക്കുകയായിരുന്നു. മറിയുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഉണർന്നപ്പോൾ വാതിൽ തുറക്കാൻ പേടിയായിരുന്നു. പേടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാതിൽ തുറക്കാൻ നമുക്കൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കേട്ട് ഇത് 3 താഴോട്ടും മേലോട്ടും ആയിട്ടൊക്കെ കയറിപ്പോയി. എങ്ങനെയാണ് ഞങ്ങൾ പേടിച്ച് കിടന്നുറങ്ങണം? വീടിലിട്ടൊരു തട്ട് തട്ടിയാൽ വീടെല്ലാം കൂടെ താഴെ വീഴും. അതേ അവസ്ഥയൊക്കെ നിൽക്കുന്ന വീടാണ്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് രാത്രി പേടിച്ച് കിടന്നുറങ്ങേണ്ട? ഇത് ആദ്യം കയറിയപ്പോഴും ഞങ്ങൾ പരാതിപ്പെട്ട്, രണ്ടാമത് കയറിയപ്പോഴും പരാതിപ്പെട്ട്, പിന്നെ വന്ന് മുറ്റത്തിരുന്ന ടാങ്ക് ചവിട്ടി പൊട്ടിച്ച്. അന്നേരവും പറഞ്ഞു, അന്നേരം ഒന്നും ഇതാരും ഒന്നും എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഇപ്പം ഇത് ഞങ്ങൾ എന്താ ഇനി പേടിച്ച് കിടക്കാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയാണ് പേടിച്ച് കിടക്കുന്നത്? കഴിഞ്ഞ രാത്രി പീരുമേട് തോട്ടാപ്പുര ഭാഗത്തു നിന്നുമെത്തിയ കാട്ടാനക്കൂട്ടമാണ് പുലർച്ചെ 2 മണിയോടുകൂടി കച്ചേരിക്കുന്ന് ഭാഗത്തെത്തിയത്. വലിയ ശബ്ദം കേട്ട് കതക് തുറന്നപ്പോഴേക്കും കാട്ടാനകൾ ഇവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയതായും വീട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ നാളുകൾക്കിടയിൽ ഇത് 3-ാം തവണയാണ് കച്ചേരിക്കുന്ന് ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തുന്നതെന്നും കൃഷിനാശം സംഭവിച്ച വീട്ടുകാർ പറഞ്ഞു. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗ തീരുമാനപ്രകാരം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വനാതിർത്തി മേഖലകളിൽ ഹാങ് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന വനം വകുപ്പിന്റെ പ്രഖ്യാപനം പാഴാവുന്നതുമായാണ് ആക്ഷേപമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.